രാജസ്ഥാനിൽ ഒരു സർക്കാർ സ്കൂൾ സന്ദർശിക്കാനെത്തിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു. പിന്നാലെ കയ്യേറ്റവും ആക്രമണവും. ആക്രമണത്തിന് പിന്നിൽ ബി.ജെ.പിയുടെ പ്രവർത്തകരാണെന്ന് സി.ജെ.പിയുടെ ആരോപണം. എന്നാൽ സി.ജെ.പിയുടെ സന്ദർശനത്തെ നാട്ടുകാർ എതിർത്തതാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോൺഗ്രസ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും ബി.ജെ.പിയുടെ മറുപടി. സംഭവം നടന്നത് ജയ്പൂരിലെ ബുഗ്രു നിയമസഭാ മണ്ഡലത്തിലെ റാംപൂര കൻവാർപൂര ഗ്രാമത്തിലാണ്. സർക്കാർ പ്രൈമറി സ്കൂൾ സന്ദർശിക്കാനെത്തിയ സി.ജെ.പി നേതാക്കളെയും പ്രവർത്തകരെയും ഒരു സംഘം ആളുകൾ തടയുകയായിരുന്നു. തുടർന്ന് വാക്തർക്കവും കയ്യാങ്കളിയിലേക്ക് മാറി. സംഘത്തെ പിന്തുടരുകയും മർദ്ദിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ സ്കൂൾ സന്ദർശനം പോലും നടത്താതെ സി.ജെ.പി സംഘം ഗ്രാമത്തിൽ നിന്ന് മടങ്ങേണ്ടി വരികയായിരുന്നു. സി.ജെ.പിയുടെ സഹസ്ഥാപകനായ അശുതോഷ് റാങ്കിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘം എത്തിയത്. ഇവിടെ പ്രധാനമായും ഉയർന്ന ചോദ്യം, എന്തിനാണ് സി.ജെ.പി സംഘം ഈ സ്കൂളിൽ പോയത്? റംഗ പറയുന്നതനുസരിച്ച് വർഷങ്ങളായി ഈ സർക്കാർ സ്കൂൾ പശുത്തൊഴുത്തിനോട് സാമ്യമുള്ള ഷെഡിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷവും സ്കൂൾ സന്ദർശിച്ചിരുന്നു. ഇത്തവണയും സ്കൂൾ പരിശോധിക്കാൻ നാട്ടുകാരുടെ ക്ഷണപ്രകാരമാണ് എത്തിയെന്നും സി.ജെ.പി പറയുന്നു. എന്നാൽ സ്കൂളിലെത്തുന്നതിന് മുമ്പ് തന്നെ സംഘത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു. സി.ജെ.പി പ്രവർത്തകരെ അർബൻ നക്സൽസ്, ആന്റി നാഷണൽസ്, പാകിസ്ഥാനികൾ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടായിരുന്നു ചിലരുടെ പ്രതിഷേധമെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ആരാണ് ചോദ്യം ചോദിക്കുന്നവരെ അർബൻ നക്സലുകളും ആന്റി നാഷണലും പാകിസ്ഥാനികളുമാക്കുന്നത്? അത് ഒരു പ്രത്യേകതരം ദേശസ്നേഹികളാണ്. ബി.ജെ.പിയുടെ കൂടെ നിൽക്കുന്ന ദേശസ്നേഹികൾ, ഹിന്ദുത്വവാദികൾക്കൊപ്പം നിൽക്കുന്ന ദേശസ്നേഹികൾ. അപ്പോൾ സി.ജെ.പി പ്രവർത്തകരെ ആട്ടി ഓടിക്കാൻ അവിടെ എത്തിയത് ബി.ജെ.പിക്കാർ തന്നെയാണെന്ന് പറയേണ്ടി വരും. ആക്രമണത്തിൽ വാഹനങ്ങൾ തകർത്തു, ഫോണുകൾ നശിപ്പിച്ചു, ഒരു സ്ത്രീയെ ആക്രമിച്ചു, തന്റെ ഷർട്ട് കീറിയെന്നും ഒരു പ്രവർത്തകന്റെ കൈക്ക് ഫ്രാക്ചർ സംഭവിച്ചെന്നും അശുതോഷ് റാങ്ക ആരോപിച്ചു. ഇതിന് പിന്നിൽ ബി.ജെ.പി പ്രവർത്തകനാണെന്നും സി.ജെ.പി ആരോപിക്കുന്നു. മാത്രമല്ല, നാട്ടുകാരെ കുറ്റപ്പെടുത്തരുതെന്നും പുറത്തുനിന്നുള്ള ആളുകളെ എത്തിച്ച് സംഘർഷം സൃഷ്ടിച്ചതാണെന്നും റംഗ ആരോപിച്ചു. ഒരു പ്രാദേശിക ബി.ജെ.പി കൗൺസിലർ ചില ഗുണ്ടകൾക്ക് പണം വിതരണം ചെയ്യുന്നത് കണ്ടതായി തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആരോപിച്ചു. അതേസമയം ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരം പല്ലവി തന്നെയാണ് ഉണ്ടായത്. ജയ്പൂർ MLA സ്വാമി ബാലമുകുന്ദാചാര്യ പറയുന്നത്, നാട്ടുകാർ തന്നെയാണ് സി.ജെ.പി സംഘത്തിന്റെ സന്ദർശനത്തെ എതിർത്തതെന്നാണ്. സി.ജെ.പി കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റൊരു വശത്ത് സി.ജെ.പി സംഘത്തിലുണ്ടായിരുന്ന ശിവാംഗി ശർമ്മ പറയുന്നത് കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളാണ്. താൻ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണെന്നും എന്നിട്ടും തന്നെ പാകിസ്ഥാനി നക്സൽ, പുറത്തുകാരി എന്നൊക്കെ വിളിച്ചുവെന്നും അവർ ആരോപിച്ചു. സ്വന്തം രാജ്യത്ത് തന്നെ എങ്ങനെയാണ് ഒരാളെ ഇൻഫിൽട്രേറ്റർ എന്ന് വിളിക്കുന്നതെന്നാണ് ശിവാംഗി ചോദിച്ചത്. ഇതിനിടെ ചിലർ സി.ജെ.പിയുടെ മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നതും റിപ്പോർട്ടിലുണ്ട്. വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ജാർഖണ്ഡിലേക്ക് പോകുന്നില്ല എന്നായിരുന്നു ഒരു പ്രതിഷേധക്കാരന്റെ ചോദ്യം. സി.ജെ.പിയെ ആന്റി നാഷണൽ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. എന്നാൽ മറ്റൊരു നാട്ടുകാരൻ പറഞ്ഞ ശ്രദ്ധേയമാണ്. തങ്ങളുടെ പ്രദേശത്ത് വികസനം ഉണ്ടായിട്ടില്ലെന്നും റോഡുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ സംഘർഷം മാത്രമല്ല, ഒരു സർക്കാർ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ചോദ്യം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആക്രമണത്തിലൂടെയാണോ? ഒരു രാഷ്ട്രീയ സംഘടനയോ സാമൂഹിക പ്രവർത്തകരോ ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ എത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അതിനെതിരെ അക്രമം നടത്തുന്നത് ജനാധിപത്യമായ രീതിയാണോ? അവിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെയും നിയമത്തെയും സമീപിക്കാം. പക്ഷേ ആന്റി നാഷണൽ, പാകിസ്ഥാനി, നക്സൽ തുടങ്ങിയ മുദ്രകൾ ചാർത്തി ആളുകളെ ആക്രമിക്കുന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല.